സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. എപ്പോഴെങ്കിലും CBIയുടെ ആ റോൾ മോഹൻലാൽ ചെയ്തിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പൊ സാഗർ എലിയാസ് ജാക്കി റീലോഡഡ്, അത് ശരിയായ ലോഡ് ചെയ്യപ്പെട്ടോ? ഞാൻ ലോഡ് ചെയ്തല്ല, അത് കുറച്ചൊക്കെ അവർ ലോഡ് ചെയ്തത്. അതിനകത്ത് സേതുരാമയ്യർ CBIയിൽ നിന്ന് റിട്ടയർ ചെയ്തോ? ജെയിംസ് ബോണ്ട് റിട്ടയർ ചെയ്തോ? ഈ കൈ പുറകെ കിട്ടുന്നത് അതൊക്കെ മമ്മൂട്ടിയുടെ ക്രിയേഷൻ തന്നെ. അയാൾ മുറുക്കുമായിരുന്നു, അപ്പോൾ സിനിമയിലും മുറുക്കി. മാർക്കോയെ കുറ്റം പറയാൻ എളുപ്പമായതുകൊണ്ട് മാർക്കോയെ പറയും. കാരണം മാർക്കോ ഓടിയില്ലെങ്കിൽ പറയുമായിരുന്നു. കഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും നാട്ടുകാരെ നന്നാക്കാനും നോക്കണ്ട, നിങ്ങൾ പറയാനുള്ള കഥ വൃത്തിയായിട്ടും നന്നായിട്ടും പറയുക. അല്ല, സിനിമയിൽ വയലൻസ് ഉണ്ടായിരിക്കാം, ഞാൻ ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ പോലീസിൻ്റെ ഇടയിൽ ആ ട്രെൻഡ് മാറി. തേർഡ് ഡിഗ്രി മെത്തേഡ്സ് കുറേ മാറി. സമൂഹത്തിൽ നിന്ന് നമുക്ക് എല്ലാം എടുക്കാനൊന്നും പറ്റില്ല. ഇപ്പം ഞാൻ പറയാം, ഇപ്പം ഈ വെഞ്ഞാറുമൂട് നമ്മൾ എനിക്കൊന്നും എഴുതാൻ പറ്റില്ല. ഞങ്ങൾ പറയും തിലകനും ജഗതി ശ്രീകുമാറിനും നമ്മളൊരു വേഷം ഏൽപ്പിച്ച് ആ ഭാഗത്തേക്ക് നോക്കണ്ടാവില്ല. ഒറ്റ പടവുള്ളൂ മമ്മൂട്ടിക്ക് പേരില്ലാത്തത്, കഥാപാത്രത്തിന് പേരില്ല. ലോകത്തിൻ്റെ ഒരു പടവേ ഉള്ളൂ പേരില്ലാത്ത, ഹീറോയ്ക്ക് പേരില്ലാത്തത്. മലയാള സിനിമ ഇപ്പോഴും മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ചുറ്റുമാണോ? അത് പോയി. പിന്നെ ഹീറോ എന്ന് പറയുന്ന സങ്കല്പം മിക്കവാറും മലയാള സിനിമയിൽ തിരക്കഥയുടെ സൂപ്പർ സ്റ്റാറായ ശ്രീ SN സ്വാമിയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ SN സ്വാമി. ഏറെ പ്രസക്തമായ ഒരു വിഷയത്തിൽ 38 വർഷം മുമ്പ് അങ്ങൊരു ഡയലോഗ് എഴുതി, നാർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ്. ഇപ്പോൾ ഓരോ ദിവസവും അത് വളരെ പ്രസക്തമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ സംസാരിക്കുന്ന കാലത്ത് എല്ലാ ദിവസവും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഈ ഒരു ഡയലോഗ് സ്വാഭാവികമായി വന്നതാണോ? അന്നത്തെ ഒരു കാലാവസ്ഥ ഈ ഡയലോഗ് സ്വാഭാവികമായിട്ട് തന്നെ വന്നു. അന്ന് പിന്നെ ഈ നർക്കോട്ടിക്സ് എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു ഒരു പ്രസിദ്ധമല്ല കാര്യങ്ങൾ. അന്ന് കൂടാതെ ഈ MDMA അതൊന്നും കേൾവി പോലും ഉണ്ടായില്ല. അന്ന് ഈ കഞ്ചാവുമായിട്ടുള്ള ഏടായിട്ടുള്ള പിന്നെ കൊക്കൈൻ അങ്ങനെയൊക്കെ പറയും, ചെരസ്, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളെ നമ്മൾ കേട്ടിട്ടുള്ളൂ. രസം എന്താ വെച്ചാൽ ഞാൻ ഒരുപാട് സിനിമയിൽ ഇതുവരെ ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല. ഇല്ല, ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പം പ്രത്യേകിച്ചും അന്ന് ഈ നർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ് എന്ന് എഴുതുമ്പോൾ അത് വളരെ പ്രവചന സ്വഭാവമുള്ളൊരു, ഈ നർക്കോട്ടിക്സ് എന്ന് പറഞ്ഞാൽ പൊതുവേ ഈ ഇങ്ങനത്തെ എല്ലാ വിഷയത്തിനും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പേരാണ് നർക്കോട്ടിക്സ്. അതുകൊണ്ട് അങ്ങനെ എഴുതിയെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അത് മോഹൻലാൽ അത് പറഞ്ഞു. ഇപ്പൊ മോഹൻലാൽ അത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷവും വീണ്ടും ഇപ്പൊ അത് ആവർത്തിക്കപ്പെടുക. സാഗർ ഏലിയാസ് ജാക്കിക്ക് സുഖമാണോ, അതോ ആ കഥാപാത്രം അന്ത്യനിദ്ര പ്രാപിച്ചോ? ഇല്ല, സാഗർ ഏലിയാസ് ജാക്കി ആക്ച്വലി ആയിട്ട് അത് മോഹൻലാലിന്റെ ഒരു ക്രിയേഷനാണ്. ഞാൻ ഇട്ടിരുന്നത് സാഗർ അലൈസ് ജാക്കി എന്നാണ്. സാഗർ എന്ന് പറഞ്ഞാൽ അയാളുടെ നാട്ടിലെ പേരാ, ജാക്കി എന്ന് പറഞ്ഞാൽ ഈ അണ്ടർവേൾഡിലെ പേരാ. അപ്പം ഞാനങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സാഗർ അലിയാസ് ജാക്കി എന്ന് ഇട്ടപ്പോൾ ലാൽ സംഭവം ആര് പറഞ്ഞു സാഗർ അലിയാസ് ജാക്കി ആവണം. അങ്ങനെ ലാലിൻ്റെ കോൺട്രിബ്യൂഷനാണ് സാഗർ അലിയാസ് ജാക്കി. ആ കഥാപാത്രത്തിന് എനിക്ക് തോന്നുന്നു ബോംബെയിലെ അജി മസ്താൻ പ്രേരണയാണ്. അല്ല, അജി മസ്താൻ്റെ അല്ല. നമുക്കെല്ലാവർക്കും ഈ അണ്ടർവേൾഡിനെ കുറിച്ചിട്ട് ഒരു എക്സ്പോഷറൊക്കെ കിട്ടുന്നത് എമർജൻസി കഴിഞ്ഞ പിന്നെ. എമർജൻസിക്ക് മുമ്പ് നമുക്കങ്ങനെ വലുതായിട്ട് ഇവരെക്കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഇവരുടെ ഒരു ഖ്യാതി അല്ലെങ്കിൽ ഇവരുടെ ഒരു ഹിസ്റ്ററി അറിയത്തില്ലായിരുന്നു. ഈ എമർജൻസി ലിഫ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇവരെക്കുറിച്ചിട്ടുള്ള കഥകൾ പുറത്തേക്ക് വരുന്നത്. അന്ന് ഞാനൊരു മാഗസിനിൽ ഒരു കാഴ്ച കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അതായത് ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ആർട്ടിസ്റ്റാണ് ദിലീപ് കുമാറും സൈറാ ബാനുവും ഒക്കെ. അവർ പോയി ഹാജി മസ്താനെ കാലിൽ തൊട്ട് വീഴുന്നൊരു ഫോട്ടോ ഫ്രണ്ട് പേജിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു മാഗസിനിൽ. അത് കണ്ടപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. അത്രയും പ്രാധാന്യം അവർക്ക് കിട്ടും. അപ്പോഴാണ് ഈ ശരിക്കും ഞാൻ ഈ അണ്ടർവേൾഡ് എന്താണെന്ന് ശ്രദ്ധിക്കാതെ. അപ്പോഴാണ് യൂസഫ് പട്ടേൽ ഹാജി മസ്താനും തമ്മിലുള്ള ഫൈറ്റും ക്ലാഷും അവരുടെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും അവരെങ്ങനെയാണ് പൊളിറ്റിക്സിനെ യൂസ് ചെയ്യണം എന്നെല്ലാം നമ്മൾ ഡീറ്റെയിൽ പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതിന് മുമ്പ് കള്ളക്കടത്തെന്ന് പറഞ്ഞാൽ അത്ര സീരിയസ് ഒന്നും അല്ലായിരുന്നു. ഇങ്ങനെ നമ്മൾ കണ്ടിരിക്കണേ വെള്ളത്തിൽ സാധനം വരും, തലയെ ചുമന്നുകൊണ്ട് പോകും, കുടവുള്ളിലേക്ക് കൊണ്ടുപോകും, അതൊക്കെയാണ് നമ്മൾ കണ്ടിരിക്കണേ. അല്ലാതെ കള്ളക്കടത്തിന് വേറൊരു മുഖമുണ്ടെന്ന് നമ്മൾ അറിയുന്നത് ഞാനിതൊക്കെ വായിച്ചപ്പോൾ തന്നെയാണ്. അങ്ങനെയാണ് ആ സിനിമയിലേക്ക് വന്നത്. ഞാൻ ആദ്യം ചോദിച്ചല്ലോ സാഗർ ഏലിയാസ് ജാക്കിക്ക് സുഖമാണോ? സുഖം. ആ കഥാപാത്രം അന്ത്യനിദ്ര പ്രാപിച്ചോ അതോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ സാഗർ ഏലിയാസ് ജാക്കി റീലോഡഡ്, അത് ശരിയായ ലോഡ് ചെയ്യപ്പെട്ടോ? ഞാൻ ലോഡ് ചെയ്തല്ല, അത് കുറച്ചൊക്കെ അവർ ലോഡ് ചെയ്തത് അതിനകത്ത്. ഇപ്പം താങ്കളുടെ ഏറ്റവും പ്രസിദ്ധമായ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരു ശ്രദ്ധേയമായ സീരീസാണ് CBI ഡയറക്ടർ. എപ്പോഴെങ്കിലും CBIയുടെ ആ റോൾ മോഹൻലാൽ ചെയ്തിരുന്നെങ്കിൽ
എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ അങ്ങനെ ഒരു ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം എന്താ പറയുക, നമ്മൾ ഓൾറെഡി ഇപ്പം നമ്മളൊരു ആളെ അങ്ങനെ കൃത്യമായിട്ട് ഫിക്സ് ചെയ്തിട്ടല്ലോ. നമ്മളൊരാൾ ഒരു ക്യാരക്ടർ ഉണ്ടാക്കി ആ ക്യാരക്ടർ സൂട്ടബിളായ ഒരാൾ വന്നു. അതിനകത്തും ഈ പറഞ്ഞ പോലെ മമ്മൂട്ടിയാണ് സജസ്റ്റ് ചെയ്യുന്നത്. CBIയുടെ പേരും CBIയും. എനിക്കതിന് മുമ്പ് CBIയെക്കുറിച്ച് അധികം അറിയില്ല. മമ്മൂട്ടി ഇങ്ങനെ മമ്മൂട്ടിയുടെ ഭാഗത്തുനിന്ന് ഒരു സജഷൻ വന്നു. ഞാനൊരു പോലീസ് കഥയായിട്ട് ആലോചിച്ചപ്പോൾ മമ്മൂട്ടി പറഞ്ഞ കഥ നല്ല, പക്ഷേ നമുക്ക് ഈ ക്യാരക്ടറെ മാറ്റണം. കാരണം അന്ന് ആവനാഴി എന്നിട്ടൊരു സിനിമ ഇറങ്ങി വളരെ പ്രസിദ്ധമാണ്. അതിനപ്പുറം ഒരു പോലീസ് ക്യാരക്ടർ എളുപ്പമല്ല ഉണ്ടാക്കാൻ. അപ്പോൾ പുള്ളി പറയും നമുക്ക് കാര്യം ചെയ്യും, കഥ നല്ല കഥയാണ്, പക്ഷേ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കഥയെ നമുക്ക് വേറൊരു ഫോർമാറ്റിലേക്ക് മാറ്റാം എന്ന് പറഞ്ഞ് പുള്ളി സജസ്റ്റ് ചെയ്യുന്നതാണ് CBI. മമ്മൂട്ടിയുടെ സംഭാവന വളരെ കൂടുതൽ. മമ്മൂട്ടിയാണ് അതിനകത്ത് എന്നെ ഇൻസ്പയർ ചെയ്തത്. അങ്ങനെ മമ്മൂട്ടിക്ക് വേണ്ടി തുടർച്ചയായിട്ട് എഴുതുകയും മമ്മൂട്ടിക്ക് വേണ്ടി അല്ല, അത് പറഞ്ഞ വിജയത്തിൻ്റെ ഭാഗമാണ്. അത് വിജയിച്ചത് കൊണ്ടാണ് നമ്മളത്. കാരണം ആ ഒരു സിനിമയിൽ മാത്രമേ, ഇപ്പോൾ സാഗർ ഏലിയാസ് പോലും ഇയാൾ കഥയിലെ ക്യാരക്ടറാണ്. അതിനകത്ത് സാഗർ ഏലിയാസ് എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി ചെയ്ത സേതുരാമയ്യർ എന്ന് പറഞ്ഞ ക്യാരക്ടർ കഥയിൽ നിന്ന് മാറി നിൽക്കുന്ന ആളാണ്. അയാൾ ഏത് കഥയിൽ വേണേൽ ഇൻക്ലൂഡ് ചെയ്യാം. അങ്ങനെ ഏത് കഥയിലും മിക്സ് ചെയ്യാം. ഏത് കഥയിലും നമുക്ക് പറ്റിയ കഥ കിട്ടിയാൽ അയാളെ ബ്ലെൻഡ് ചെയ്യാം അതിനകത്ത്. ഈ പോലീസ് വേഷത്തിൽ മമ്മൂട്ടിക്ക് ഒരു പ്ലസ് പോയിന്റ് ഉണ്ടോ? പറയേ വേണ്ട, കാരണം അയാൾ ഒരുപാട് പ്രൂവ് ചെയ്തിട്ടുള്ള ആളാണ്. മോഹൻലാലിനെ വെച്ച് ബാബ കല്യാണി എടുത്തു, മൂന്നാം മുറയിലൊക്കെ പോലീസിൽ നിന്ന് മാറിപ്പോയ ആളായിട്ടൊക്കെ വന്നല്ലോ. പക്ഷേ അത് എനിക്ക് ഒരുപക്ഷെ ഇനി അത് എൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് അറിയില്ല. പക്ഷേ എന്തോ ഒരു മമ്മൂട്ടിയുടെ പോലീസിൻ്റെ അത്രയും ശോഭിച്ചോ എന്നൊരു സംശയമുണ്ട്. CBI ഓഫീസറായിട്ട് മമ്മൂട്ടിയെ മാത്രമേ മനസ്സിൽ കാണാൻ പറ്റൂ. അല്ല, അന്ന് ഞാൻ അങ്ങനെയാണ് ആലോചിച്ചത്. സേതുരാമയ്യർ CBIയിൽ നിന്ന് റിട്ടയർ ചെയ്തോ? ജെയിംസ് ബോണ്ട് റിട്ടയർ ചെയ്തോ? കഴിഞ്ഞ സിനിമയിൽ ജെയിംസ് ബോണ്ട് മരിച്ചു. എത്ര ക്യാരക്ടേഴ്സ് മാറി മാറി ചെയ്തു. നോ ടൈം ടു ഡൈ എന്ന് പറയുന്ന സിനിമയിൽ പുള്ളി മരിച്ചു. അവർക്ക് അങ്ങനെ ഒരു തരത്തിലും അങ്ങനെ റിട്ടയർ ചെയ്യുന്ന ആൾക്കാരല്ലല്ലോ. അല്ല, അന്നേരം 6ാം ഭാഗം ഉണ്ടാകും, പറയാൻ പറ്റില്ല നമുക്ക്. അത് ഇതൊക്കെ ഇനിയിപ്പോൾ മമ്മൂട്ടിക്ക് വേണ്ടി ഒരു 6ാമതൊരു CBI ആയാലും അതുപോലൊരു സബ്ജക്റ്റ് നമുക്ക് കിട്ടണം. സബ്ജക്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ചുമ്മാ ഏതെങ്കിലും തല്ലിക്കൂട്ടിയ സബ്ജക്റ്റിൽ മമ്മൂട്ടിയെ കൊണ്ട് ഇട്ടിട്ട് കാര്യമില്ല. ആ സീരീസിൽ 5 ചിത്രങ്ങൾ വന്നതിൽ ഏറ്റവും ശ്രദ്ധേയം ആദ്യത്തെ ചിത്രമായിട്ടുള്ള ഒരു CBI ഡയറി കുറിപ്പാണ്. ആദ്യത്തെ മൂന്നാമത്തെ സേതുരാമയ്യർ. പക്ഷെ ആദ്യത്തെ ആ ചിത്രത്തിന്റെ പ്രേരണ കൊച്ചി നഗരത്തിലെ ഒരു ഹോട്ടലിൽ നിന്ന് ഒരാൾ താഴേക്ക് വീണ് മരിച്ചത് തന്നെയാണ്. അത് തന്നെയാണ് ഓളക്കുളം കേസിൽ നിന്നാണ് ഇൻസ്പയർ ആയത്. അതാണ് അന്ന് ഈ ഡെമ്മി പരീക്ഷണമൊക്കെ അന്നൊരു വലിയ കൗതുകം. അവരാണ് എനിക്ക് പറഞ്ഞു തന്നത്. CBI എന്നോട് ഇങ്ങനെയാണ് അവർ ആ കേസിന്റെ ഒരു എവിഡൻസ് ഉണ്ടാക്കിയെന്ന് എന്നോട് അവർ തന്നെ പറഞ്ഞു തന്നു. അത് ബദലായിട്ട് ഓമനാവധം എന്നുള്ള രീതിയിലാക്കി മാറ്റിയത്. അത് പുരുഷനെ വേറെ, ഇതിൽ സ്ത്രീയാണ്. അതെ, സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് CBI ഓഫീസർമാരായിട്ട് സംസാരിച്ച് അന്നത്തെ കേസ് വാദിക്കണ വക്കീലുമാരായിട്ട് സംസാരിച്ചു. ഈ പോളക്കുളം കേസ് അന്ന് നടന്നുകൊണ്ടിരിക്കുക ഹൈക്കോടതിയിൽ. അപ്പം ആ സമയത്ത് നാളെ അവർക്കൊരു ഒബ്ജക്ഷൻ വരാൻ പാടില്ല. ഈ സിനിമ ജുഡീഷ്യറി ഇൻഫ്ലുവൻസ് ചെയ്തു എന്നൊരു ഇതുണ്ടാകാൻ പാടാതിരിക്കാൻ വേണ്ടി ആ വക്കീൽമാരെ എൻ്റെ അതിൽ 3-4 പേര് എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളും പരിചയക്കാരായിരുന്നു. അങ്ങനെ അവരൊക്കെ ആയിട്ട് കുഞ്ഞിരാമനും മാധവപിള്ള സാറും രാമപിള്ള സാറ് സുകുമാരൻ ഇവരൊക്കെ ആയിട്ടൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി ഇതിന് കഥയൊക്കെ ഞാൻ അവരോട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അവർ പറഞ്ഞു ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞ പിന്നെ ഞാൻ നീങ്ങിയത്. ഈ സേതുരാമയ്യർ എന്നുള്ളൊരു കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നതിൽ രാധാ വിനോദ് രാജു എന്നുള്ളൊരു അങ്ങനെ പലരും എന്നോട് ചോദിച്ചാൽ ആക്ച്വലി ഈ രാധാ വിനോദിനെ ഞാൻ അറിയില്ല. ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. അദ്ദേഹം മരിച്ച് കഴിഞ്ഞ് ഞാനും മമ്മൂട്ടും കൂടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു. മമ്മൂട്ടിയായിട്ട് അടുപ്പമുള്ള ആളായിരുന്നു അദ്ദേഹം. മമ്മൂട്ടി ആകപ്പാടെ അവരായിട്ടുള്ള ബന്ധം. മമ്മൂട്ടി എന്നോട് പറഞ്ഞു ഇവർ കോളേജിൽ പഠിക്കുമ്പോൾ പരിചയം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കോളേജ് സ്റ്റുഡൻറ്റ് എന്നുള്ള നിലയ്ക്ക്, അഫ്കോഴ്സ് സെയിം ക്ലാസ് ഒന്നുമല്ല, അവിടെ വെച്ചാൽ അറിയാം. ജസ്റ്റ് സ്റ്റുഡൻറ് എന്നുള്ള നിലയ്ക്ക് പരസ്പരം അറിയായിരുന്നു. അതിനപ്പുറം അദ്ദേഹത്തിന്റെ ചേഷ്ടകളോ അദ്ദേഹത്തിന്റെ സ്റ്റൈലോ ഒന്നും ഇല്ല. അദ്ദേഹത്തിന് അങ്ങനെ സ്റ്റൈൽ, അയാൾ വളരെ സാധു മനുഷ്യനാണെന്നാണ്. വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഓഫീസറായിരുന്നു. ബ്രില്യന്റ് ആയിരുന്നു. ബ്രില്യന്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സ്റ്റൈലൊന്നും ഉണ്ടായില്ല. ശരി. ഈ കൈ പുറകെ കിട്ടുന്നത് മമ്മൂട്ടിയുടെ ക്രിയേഷൻ തന്നെ. കഥാപാത്രം മുറുക്കുന്നത് സേതുരാമയ്യർ മുറുക്കും. അയാൾ മുറുക്കുമായിരുന്നു, അപ്പോൾ സിനിമയിലും മുറുക്കി. അല്ല, ഈ CBI ഡയറി കുറിപ്പിന്റെ ഉജ്ജ്വലമായ വിജയം ജാഗ്രത എന്ന 2ാമത്തെ ചിത്രത്തിലേക്ക് ഉടൻ തന്നെ പോകാൻ പ്രേരിപ്പിക്കുമായിരുന്നു. അത് നമുക്ക് ഒരു വിജയത്തിനെ കുറിച്ച് അങ്ങനെ വിലയിരുത്താൻ പറ്റില്ല. പല കാരണങ്ങളും. ഒരു സിനിമയുടെയൊക്കെ വിജയത്തിന് ഒരു കാരണം കൊണ്ടൊന്നും നമുക്ക് കറക്റ്റായിട്ട് അത് അസസ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് കാരണങ്ങളുണ്ടാവും. എന്തിന് ഈ മാർക്കറ്റിംഗ് ടെക്നിക്ക്, റിലീസ് ചെയ്യുന്ന സമയം, റിലീസ് ചെയ്യുന്ന തിയേറ്റേഴ്സ്, ആ സമയത്ത് എക്സാം ഉണ്ടോ ഇല്ലയോ, അതുപോലെ ഈ പറഞ്ഞ പോലെ മനുഷ്യരുടെ കയ്യിൽ കാശുള്ള സമയമാണോ,
അങ്ങനെ പല ഘടകങ്ങൾ. ഒരുപാട് ഘടകങ്ങളുണ്ട് സിനിമയുടെ വിജയത്തിനും പരാജയത്തിനൊക്കെ. ജാഗ്രത പ്രതീക്ഷിച്ച അത്രയും വിജയിച്ചോ? ഇല്ല. എവിടെ ആയിരിക്കും അത് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തായിരുന്നു അതിൻ്റെ അത് പറ്റിപ്പോയത്? അതിനിപ്പോൾ നമുക്കൊരു കാരണം അങ്ങനെ പറയാനൊന്നുമില്ല. കാരണം ജാഗ്രത എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് പിന്നീട് എന്നോട് ടി വിയിൽ കണ്ടവരൊക്കെ പറഞ്ഞു ഈ CBI നന്നായിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാരണം അതിനകത്തുള്ള ഇൻ്റലിജൻസ് എലിമെൻ്റ് ഒന്നും CBI ഉണ്ടായില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങ് കൈകാര്യം ചെയ്ത പല ജോണറിലുള്ള സിനിമകൾ കൈകാര്യം ചെയ്തെങ്കിലും പ്രധാനമായിട്ടും ക്രൈമാണ്. ബുദ്ധി ഉപയോഗിച്ച് ക്രൈം തെളിയിക്കുന്ന കഥാപാത്രം അത് തന്നെയുള്ളൂ ഇന്ന്. പക്ഷേ വയലൻസിൽ മുങ്ങുകയല്ലേ? അല്ല, സിനിമയിൽ വയലൻസ് ഉണ്ടായിരിക്കാം, ഞാൻ ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ പോലീസിൻ്റെ ഇടയിൽ ആ ട്രെൻഡ് മാറി. തേർഡ് ഡിഗ്രി മെത്തേഡ്സ് കുറേ മാറി. കാരണം ഇന്ന് നിയമമൊക്കെ അതിന് അനുകൂലമല്ല. അതിപ്പോൾ താങ്കൾ ക്രൈമായിരുന്നു കൈകാര്യം ചെയ്തതെങ്കിൽ അത്തരം സിനിമകളിലെല്ലാം ബുദ്ധിയായിരുന്നു നായക കഥാപാത്രങ്ങളുടെ കൂടുതൽ. പക്ഷേ ഈ വയലൻസ് കുറവായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ സിനിമയിൽ ബുദ്ധി മാറുകയും വയലൻസ് ഇങ്ങനെ ഇപ്പം ഇപ്പോൾ ഒരു വലിയ ചർച്ചാ വിഷയം തന്നെയായി. സിനിമ തെറ്റായ ഇൻഫ്ലുവൻസ് ചുമത്തുന്നു. ഇപ്പോൾ കുട്ടികളുടെ ഈ തമ്മിൽ അടിച്ച് മരിക്കുന്നതും ഒക്കെ വന്നപ്പോഴേ സിനിമയ്ക്കെതിരെ ഇപ്പം മാർക്കോ എന്നൊരു സിനിമ വന്നു ഉദാഹരണം. അത് വാസ്തവത്തിൽ സിനിമ എന്നൊരു ഘടകം ഉണ്ട് എന്നുള്ള സത്യമാണെന്നല്ലാതെ സിനിമ മാത്രമല്ലല്ലോ കാരണം. ഇപ്പം നടക്കുന്ന വയലൻസിനും ഇപ്പം നടക്കുന്ന ഒരുപാട് നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളും ഏതെങ്കിലും ചെറിയൊരു അംശം സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവും എവിടെയെങ്കിലൊക്കെ. ഇപ്പം മാർക്കോ എന്നുള്ള ഒരു സിനിമയെക്കുറിച്ച് ഒരുപാട് വിമർശനങ്ങൾ വന്നു. അതിപ്പം പറയാൻ വളരെ എളുപ്പം അതിനെക്കുറിച്ചാണ്. അതുകൊണ്ട് അതിനെ പറയണം. നമ്മളെല്ലാവരും ഈ ഒരു അഭിപ്രായം പറയുന്നത് ആ അഭിപ്രായത്തിൻ്റെ സത്യസന്ധതയിൽ കാരണമല്ലല്ലോ. ഒരു അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായത്തിൽ നമ്മുടെ ഫ്രസ്ട്രേഷൻ പുറത്തു തീർക്കാമെന്നുള്ളതാണ് കാര്യം. അപ്പം അങ്ങനെ മാർക്കോയെ കുറ്റം പറയാൻ എളുപ്പമായതുകൊണ്ട് മാർക്കോയെ പറയും. കാരണം മാർക്കോ ഓടിയില്ലെങ്കിൽ പറയുമായിരുന്നു. പറയില്ല. അപ്പം എന്തുകൊണ്ട് ഓടി? വയലൻസ് ആണ് അതിലെ ഒരു ആകർഷണ ഘടകമായി മാറിയത്. അല്ല, വയലൻസ് എന്ന് പറയുന്നതിനകത്തുള്ള സിനിമയോ ഇല്ലെങ്കിൽ അതിനകത്തുള്ള ആക്ഷൻ മാത്രമല്ല, അതുണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ്. ഞാൻ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ഒരു സിനിമ കാണുമ്പോൾ പല സമയത്തും അതിൽ ആ ക്യാരക്ടറിനുണ്ടായ വികാരഭേദങ്ങൾ അതേ തുല്യമായ അവസ്ഥയിൽ എന്നെ ബാധിക്കും. അതെനിക്ക് പോലും അറിയില്ല. അത് ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. ഇയാൾ ഈ ചുറ്റിയെടുത്ത് അടിച്ചു എന്ന് പറഞ്ഞു വെഞ്ഞാറമൂട് ഇതിൽ. ഏതെങ്കിലും സിനിമയിലൊക്കെ ചുറ്റി വെച്ച് അടിക്കുന്ന ഒരുപാട് സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ആ സിനിമയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന ആ കുറ്റിയാന്ന് പറഞ്ഞാൽ ചുറ്റിയൊന്നുമല്ല, അവർ ആ ഡയറക്ടർ ഉണ്ടാക്കുന്ന ചുറ്റിയാണ്, മനസ്സിലായില്ലേ? പക്ഷെ അതിൻ്റെ ആ ഇമ്പാക്റ്റ് അടിക്കുന്നതും അത് അടി കൊള്ളുന്നവൻ്റെ റിയാക്ഷൻ, ആ അടി കൊണ്ട് രക്തം ചീറ്റുന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം കാണുമ്പോൾ ഒരു സാധാരണ കോമൺ മാൻ അതുകൊണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയേക്കാം. അത് സിമിലർ സിറ്റുവേഷനിൽ അയാൾക്കൊരു ഫ്രസ്ട്രേഷൻ വരുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുമെന്ന് തോന്നുന്ന സമയത്ത് ഈ വട്ടുപിടിക്കാമെന്ന് പറയില്ല. ആ സമയത്ത് സിനിമയുടെ ഏതെങ്കിലും രംഗങ്ങൾ അയാളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവാം. വയലൻസ് എന്ന് പറയുന്നത് കോമൺ ഫാക്ടറല്ല. ഇപ്പോൾ ഒരാളെ ഓടിച്ചിട്ട് പിടിക്കുന്നത് വയലൻസ് സീനാണ്. ഇപ്പോൾ പോലീസുകാർ ഒരാളെ ഓടിച്ചിട്ട് പിടിക്കുന്നത് വയലൻസാണെന്ന് പറയാൻ പറ്റും. പോലീസ് ഒരു കള്ളനെ പിടിക്കാൻ അത്യാവശ്യം 4 അടി അടിക്കുക വയലൻസാണെന്ന് പറയാൻ പറ്റും. പക്ഷെ അതൊക്കെ ഒരിക്കലും ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ താങ്കൾ ആ സിനിമ എഴുതിയപ്പോഴെല്ലാം വളരെ ഒരു സൊസൈറ്റിയോട് ഒരു കമ്മിറ്റ്മെൻറ്റോടു കൂടിയാണ് എഴുതിയത്. അതായത് ഇത് തെറ്റായ ഒരു ഇൻഫ്ലുവൻസിന് വഴി വയ്ക്കരുത്, മറിച്ച് ആ ഒരു കമ്മിറ്റ്മെന്റ് ഇന്നുള്ള ആൾക്കാർക്കുണ്ടോ? നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റുക. ഇപ്പം ഞാൻ എടുക്കുന്ന വയലൻസ് നാളെ സിനിമയെ തെറ്റായ വഴിക്ക് നയിക്കുമെന്ന് ഒരു ഡയറക്ടർക്കോ റൈറ്റർക്കോ മുൻകൂട്ടി പറയാൻ. ഞാൻ ചോദിക്കുന്നത് അങ്ങ് ഒരു പ്രിക്കോഷൻസോടുകൂടി എഴുതിയെന്നാണ് ഞാൻ പറയും. ഇപ്പം സ്വാമിയേട്ടൻ എഴുതിയ തിരക്കഥകൾ അതിൽ വയലൻസോ ക്രൈമോ ഉണ്ടെങ്കിൽ അത് സൊസൈറ്റിയെ തെറ്റായി ബാധിക്കരുതെന്നുള്ള ഒരു ചിന്തയോടുകൂടി എഴുതിയെന്നാണ് ഞാൻ പറഞ്ഞു. സൊസൈറ്റിക്ക് ദോഷമാവരുതെന്നുള്ളൊരു ചിന്ത. അല്ല, അത് വാസ്തവത്തിൽ നിങ്ങൾ പറയുന്ന പോലെ എനിക്ക് അങ്ങനെ ഒരു ചിന്ത മുൻകൂട്ടിയൊന്നും ഉണ്ടായില്ല. ഞാൻ വയലൻസ് എന്ന് പറയുന്ന ആളേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് അയാളുടെ ബുദ്ധിപരമായ നീക്കങ്ങളെയാണ്. ആരുടെ ആയാലും, അതിപ്പോൾ സോഷ്യൽ സിനിമയായാലും ഇനിയിപ്പോൾ പോലീസ് സിനിമയായാലും ക്രൈം സ്റ്റോറി ആയാലും എനിക്ക് ഈ വയലൻസ് കൊണ്ട് ഇപ്പം ഞാൻ പറയാം, ഇടിച്ച് തെളിയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഈസിയാണ്. കാരണം നിങ്ങൾ സത്യം പറഞ്ഞു പോകും, ഇല്ലെങ്കിൽ അസത്യം പറഞ്ഞു പോകും, ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധിതനാവും പറയാൻ. ആ കാലം പോയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. CBI പരീക്ഷിച്ചത് ആ ഒരു ബുദ്ധിയാണ് നമുക്ക്. കാരണം അത് അപ്പം അവിടെയാണ് ഈ നിങ്ങൾ മുമ്പ് പറഞ്ഞ ഇൻ്റലിജൻസ് എന്നൊരു വിഷയം വരുന്നത്. നമ്മൾ അയാളെ ഫ്രെയിം ചെയ്യുമ്പോൾ അയാൾക്ക് ഉത്തരം മുട്ടണം. അയാൾക്ക് അതിൽ നിന്ന് വേറൊരു മാർഗത്തിലേക്ക്, ഇല്ലെങ്കിൽ ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ നിന്ന് അയാൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റരുത്. അപ്പോൾ നാച്ചുറലി അയാൾ അതിനെ സമ്മതിക്കേണ്ടി വരും, ഇല്ലെങ്കിൽ അതിനുള്ള എവിഡൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും.
ഇപ്പം നമ്മുടെ സമൂഹത്തിൽ വലിയ ചർച്ചയാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം തലയ്ക്ക് ചുറ്റികയിൽ വെച്ച് അടിച്ചു കൊന്നു എന്ന് പറഞ്ഞു. ഇപ്പം വടക്ക് പിന്നെ ഒരു കുട്ടിയെ, ഒരു വിദ്യാർത്ഥിയെ അടിച്ചു കൊന്നു. ഇങ്ങനെയുള്ള രീതിയിലുള്ള ക്രൂരമായ മർദ്ദനങ്ങൾക്ക് പ്രേരണ ഇപ്പം തലമണ്ടയ്ക്ക് അടിക്കുന്ന സീനുകളുള്ള ചിത്രങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. അതിൽ ഒരു ആത്മനിയന്ത്രണം അല്ലെങ്കിൽ ഒരു സ്വയം നിയന്ത്രണം 4-5 കൊല്ലം മുമ്പ് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഇറങ്ങി പത്രക്കാർ അത്ര പ്രസിദ്ധി കൊടുക്കില്ല അതിന്. ഇന്നങ്ങനെയല്ല. പത്രക്കാരുടെ കുഴപ്പമാണോ? അല്ല, പത്രക്കാരുടെ കുഴപ്പമില്ല. ഇന്ന് പത്രക്കാരുടെ പബ്ലിസിറ്റി അതിനെ ജനങ്ങൾ വായിക്കുന്നുണ്ട് കൂടുതൽ, അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടിട്ട് അവർ ഇൻഫ്ലുവൻസ് ആയെന്നല്ല അർത്ഥം. അപ്പം അന്ന് മീഡിയ ഇത്രയും ഈ കാര്യങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. എവിടെയെങ്കിലും ഒരു കൊലപാതകം നടക്കും, എവിടെയെങ്കിലും ഒരു കട്ടിക്കുത്ത് നടക്കും, അത് ഒരു വാർത്തയായിട്ട് വരുന്നല്ലാതെ. പക്ഷെ ഇത് വാർത്ത മാത്രമല്ല, ഇതിനകത്തുള്ള ഇതിൻ്റെ പുറകിലെ ഒരു വികാരം വളരെ സീരിയസ് ആയിപ്പോയി. സ്വന്തം അമ്മയെ കൊല്ലാൻ അമ്മയെ കൊല്ലുക, അച്ഛനെ കൊല്ലുക, ജ്യേഷ്ഠനെ കൊല്ലുക, അതും 95 വയസ്സായ ഒരു പാവം ഒരു അമ്മൂമ്മയെ കൊല്ലുക, താൻ സ്നേഹിച്ച പെണ്ണിനെ കൊല്ലുക, സഹോദരനെ കൊല്ലുക. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് കാരണവും ഉത്തരവൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത കാര്യമില്ല. അയാൾ, എൻ്റെ അഭിപ്രായത്തിൽ അയാൾ സൈക്കോപാത്താണ്. അതെ, അയാൾക്ക് ഒരു ന്യായവും അതിനകത്ത് പറയാനില്ല. അയാൾ മാനസിക രോഗിയാണ്. അതിൻ്റെ ഒരു എന്ത് ന്യായം പറഞ്ഞാലും അതിൻ്റെ ഒരു ബഹിർസ്ഫുരണമാണ്. അതുപോലെ ഇപ്പോൾ ഒരു പയ്യനെ ഇവിടെ കൊന്നില്ല വയനാട്ടിൽ. അതെ, മാനസിക രോഗികളാണ് അവർക്ക് അതിനകത്ത് ഒരു ത്രില്ല് കിട്ടുന്നുണ്ടാവാം, അതിനകത്ത് അവർക്ക് എന്തെങ്കിലും വിധത്തിലുള്ള ഒരു എൻജോയ്മെൻറ്റ് കിട്ടുന്നുണ്ടാവും. ഒരു തിരക്കഥ എഴുതുമ്പോൾ എന്ത് കാര്യങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്? കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കഥയെ ആസ്പദമായിരിക്കും. എന്താണ് കഥ, ആ കഥയെ ആസ്പദമാക്കിയിട്ടായിരിക്കും അതിൻ്റെ ഇൻസിഡൻസ് ആഡ് ചെയ്യുന്നത്. അപ്പം നമ്മളതിന് തപസ്സിരിക്കും ഇൻസിഡൻസ് കിട്ടാൻ വേണ്ടി. ഇപ്പോൾ ഈ ഇൻസിഡൻസ് കിട്ടാൻ വേണ്ടി ഈ സമൂഹത്തിലേക്കല്ലേ നോക്കുന്നത്? സമൂഹത്തിൽ നിന്ന് നമുക്ക് എല്ലാം എടുക്കാനൊന്നും പറ്റില്ല. സമൂഹത്തിലൊക്കെ എക്സ്ക്ലൂസീവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഇൻസ്പയർ. ഇപ്പം ഞാൻ പറയാം, ഇപ്പം ഈ വെഞ്ഞാറമൂട് സംഭവം എനിക്കൊന്നും എഴുതാൻ പറ്റില്ല. അതെ, ഞാൻ ചോദിക്കായിരുന്നു. ഇപ്പൊ വെഞ്ഞാറമൂട് സംഭവം അല്ലെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ പോലും അടിച്ച് വിദ്യാർത്ഥികളെല്ലാം കൂടെ അടിച്ചു കൊന്നത്, ഇതൊക്കെ സിനിമ അത് അതേപോലെ സംഭവങ്ങൾ എത്രയോ സിനിമയിൽ വന്നിട്ടുണ്ട്. വിദ്യാർത്ഥി അല്ലായിരിക്കാം, വേറെ ആളായിരിക്കാം. പ്രത്യേകിച്ച് ഞാൻ ഇതിനേക്കാളും കൂടുതൽ കണ്ടിരിക്കുന്നത് തെലുങ്ക്, തമിഴ് സിനിമയിലേക്കാണ്. വയലൻസ് വളരെ സീരിയസ് ആയിട്ട് കാണുന്നു. അത്തരം ചിത്രങ്ങൾ ഇപ്പോൾ ഓടുന്നുണ്ട് ഇവിടെ ഭയങ്കര. അത് വെറുതെ പറയാം, വേറൊരു സിനിമ അവർക്ക് പകരം കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് അവർ ഈ സിനിമ. പത്രവാർത്തയിൽ എന്തുകൊണ്ടാണ് ഈ ഹെഡിങ്ങിൽ ഈ അക്രമത്തെക്കുറിച്ചും വളരെ പ്രധാനമായിട്ട് പറയുമ്പോൾ നമ്മളെന്തിനാ അത് വായിക്കുന്നു? ഞാൻ 20-ാം നൂറ്റാണ്ടിൽ അംബിക പറയുന്നുണ്ട് മോഹൻലാലിനോട്, ഞാൻ എൻ്റെ പേപ്പറിൽ റബ്ബറിൻ്റെ വിലയും അല്ലെങ്കിൽ മറ്റേൻ്റെ വിലയെന്നും പറയാൻ ഒരുത്തരും തിരിഞ്ഞു നോക്കില്ല. എൻ്റെ അവിടെ എഡിറ്റോറിയൽ ബോർഡ് വലിച്ചെറിയും. അവർക്ക് വേണ്ടത് ജനങ്ങളെ ഹരം കൊള്ളിക്കുന്ന വാർത്തകളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സാഗർ ഇലിയാസിയാക്കി, ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് മുഖ്യമന്ത്രിയെ ഇതിന് സഹായിച്ചു എന്ന് എഴുതാൻ കാരണം. ഇല്ലെങ്കിൽ വായിക്കില്ലാരും. ഈ ക്രൈമിനോടും വയലൻസിനോടും ഒരു ആഭിമുഖ്യം ഉണ്ടല്ലേ പ്രേക്ഷകർക്ക്? ഒരു ആഭിമുഖ്യമല്ലാതെ വയലൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിൻ്റെ സയൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ എന്ത് പ്രവർത്തനവും ഉണ്ടാകുന്ന അഡ്രിനാലിൻ്റെ പ്രവാഹമാണ്. ഈ അഡ്രിനാലിൻ വയലൻസിൻ്റെ വാർത്ത കേട്ടാൽ സ്റ്റിമുലേറ്റ് ചെയ്യും വേഗം. അപ്പോൾ അഡ്രിനാലിൻ്റെ ഈ പുറത്തേക്ക് വരൽ കൂടും. ഈ അഡ്രിനാലിൻ പുറത്തേക്ക് വന്നാൽ അതിൻ്റെ കൂടെയുള്ള ചില ഘടകങ്ങൾ കുറേ നേരത്തേക്ക് ബാക്കിയോടെ കിടക്കും. മറ്റുള്ള ഹാപ്പിനെസ് കെമിക്കൽ പോലെയല്ല. പക്ഷേ അഡ്രിനാലിൻ എന്ന് പറയുന്ന സാധനം ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള. ഇപ്പം ഞാൻ കൈ ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ എനിക്ക് അഡ്രിനാലിൻ വേണം. അതിന് എനർജി ഉണ്ടെങ്കിലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, സംസാരിക്കാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് കഴിഞ്ഞിട്ട് നടന്ന് ഇവിടം വരെ പോകാൻ പറ്റുള്ളൂ. ഇതില്ലാതെ പറ്റില്ല. പക്ഷേ അതിൻ്റെ പമ്പിങ് കൂടിക്കഴിഞ്ഞാൽ സ്വഭാവം മാറും. ഇപ്പോൾ CBI സീരീസിൽ 5 ചിത്രങ്ങൾ വന്നു. ഇപ്പോൾ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് ഇപ്പോൾ ഒരാളുടെ 5 മക്കളെ വേർതിരിച്ച് കാണാൻ പറ്റില്ല. നമ്മുടെ സിനിമയെ നമ്മളിപ്പോൾ മമ്മൂട്ടി എന്നോട് പറഞ്ഞിട്ട് മമ്മൂട്ടിക്ക് CBIക്കാൾക്ക് ഇഷ്ടമായത് അടിക്കുറിപ്പ് എന്നിട്ട് സിനിമയാണ്. അത് ശരി. മമ്മൂട്ടിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറും സിനിമയും അടിക്കുറിപ്പാണ്. അത് ശരി ഇല്ലേ? അതിപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റാണ്. 5ാമത്തെ ചിത്രം പിന്നെ CBIയുടെ അത് ദ ബ്രെയിൻ എന്നുള്ള ആ ചിത്രം അത് വിചാരിച്ച പോലെ വിചാരിച്ച പോലെ സക്സസ് ആവാത്തതിന് കാരണം അതിനകത്ത് പല സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത ചില കാരണങ്ങളുണ്ടായിരുന്നു. ഒന്നാമത് ഈ പറഞ്ഞ പോലെ വലിയ കഥയായിപ്പോയി. ഈ നമ്പർ ഓഫ് കൊലപാതകങ്ങൾ ഒരുപാടായിപ്പോയി. അപ്പോൾ കോൺസെൻട്രേഷൻ കിട്ടിയില്ല. അതൊക്കെ എൻ്റെ ഭാഗത്തുണ്ടായ തെറ്റ് തന്നെയാണ്.
അത് ശരി. മറ്റേതൊക്കെ ഒരു കൊലപാതകത്തെ ബേസ് ചെയ്യുന്ന ഇവിടെ നമുക്ക് നല്ല ഡീറ്റെയിലിംഗ് കിട്ടുമായിരുന്നു, ആ ആ അതിനെ ഫോളോ ചെയ്യാൻ സൗകര്യമായിരുന്നു. ഇതിപ്പോൾ 4-5 വരുമ്പോഴല്ലോ നമുക്ക് ഒന്നിനൊന്നിന് കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എല്ലാത്തിനും ഡീറ്റെയിലേക്ക് പോയിട്ട് അല്ലാതെ റിജക്റ്റ് ചെയ്യണം. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും ഒരു ആൾക്കാർക്ക് അന്നത്തെ സഹനശക്തി ഇന്നില്ല. ഇന്ന് അത്ര ക്ഷമയില്ല ആളുകൾക്ക്. സാമിയേട്ടനിൽ നിന്ന് എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരം അടുത്തൊരു CBI ഡയറക്ടർ ഗ്രൂപ്പ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഞാനത് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിൽ അങ്ങനെ വെറുതെ വേണമെങ്കിൽ പറയാം, എനിക്കൊരു ഒരു സബ്ജക്റ്റ്, എൻ്റെ ഒരു എലിമെൻ്റ് എൻ്റെ മനസ്സിലുണ്ടാവണം. ഇപ്പം ഞാൻ പറയാം, സേതുരാമയ്യർ CBI ചെയ്തതിന് മുമ്പ് മമ്മൂട്ടി അതിനോട് സജസ്റ്റ് സമയം കുറേ വർഷമായല്ലോ, ഒന്ന് CBI ആലോചിച്ചാലോ എന്ന് ഞാൻ അയാളോട് പറഞ്ഞു, നോക്കാം, ഞാൻ ആലോചിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനൊരു ഇംഗ്ലീഷ് ബുക്ക് ഒന്ന് വായിക്കാൻ വേണ്ടി വാങ്ങിച്ചതിൻ്റെ ഇങ്ങനെ വെറുതെ പ്രിഫേസ് വായിച്ചു. അതിനകത്ത് എഴുതിയിരുന്നൊരു വാക്ക് 13 പേരിൽ ഒരാളെ ഞാൻ കൊന്നിട്ടില്ലാണ്. ഞാൻ ആ ബുക്ക് മടക്കി വെച്ചു, എന്നെ വായിച്ചില്ല, ഇപ്പോഴും വായിച്ചിട്ടില്ല. ആ ഒരു വാക്ക് 13 പേരിൽ ഇയാളെ തൂക്കിക്കൊല്ലാൻ വെച്ചിരിക്കുന്ന ആളാണ് അവതരിപ്പിച്ച കഥാപാത്രം. അയാള് നാളെയോ മറ്റന്നാളോ അയാൾ ചെയറിലേക്ക് പോകും. പക്ഷെ അയാളുടെ മനസ്സിലപ്പോൾ കിടന്നു ഞാൻ ആരോടെങ്കിലും പറയണം. കാരണം ഇപ്പം 12 ആയാലും 14 ആയാലും അയാളുടെ ശിക്ഷ കുറയാനോ കൂടാനോ ഒന്നും പോകുന്നില്ല, അയാളെ കൊല്ലും. അപ്പം അങ്ങനെയാണ് ആ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനെ ഇയാൾ വിളിച്ചു വിട്ടിട്ട് പറയാണ്, നിങ്ങൾ വിശ്വസിക്കണം നിർബന്ധമില്ല, വിശ്വസിക്കുമെന്നും അറിയില്ല, പക്ഷേ ഒരാളെ ഞാനല്ല കൊന്നതെന്ന്. ആ ത്രെഡിൽ നിന്നാണ് ആ സിനിമ. അതാണ് ആ സിനിമ. ഇപ്പോൾ August 1 എന്നുള്ള സിനിമ എടുത്തപ്പോൾ അത് ഈ രാജീവ് ഗാന്ധി ശ്രീലങ്കയിൽ പോയപ്പം ഒരു ഇയാൾ തോക്കിൻ്റെ പാത്തി വെച്ച് അടിക്കാൻ, അതാണ് അതിൻ്റെ ക്ലൈമാക്സിൻ്റെ ഇൻസ്പിറേഷൻ ആദ്യം വന്നാൽ, പിന്നെയാണ് ആ കഥയുണ്ടായത്. ആ ക്ലൈമാക്സിൽ നിന്ന് കഥയിലേക്ക് പോകുന്നത്. അത് ശരി. അതുപോലെ August 15 എന്നുള്ള സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതി, അത് VS-നെ ഉൾക്കൊള്ളി. ചിലത് റിപ്പീറ്റേഷൻ ഏൽക്കില്ല. August 15 ഒരു സെൻട്രൽ തീമായിട്ട് നെടുമുടി വേണു. ഇത് തന്നെയല്ലേ മുഖ്യമന്ത്രിയെ കൊല്ലാൻ വരുന്നതും പിടിക്കുന്നൊക്കെ, അതൊന്നും ഈ പറഞ്ഞ പോലെ VS അച്യുതാനന്ദനോട് കുറേ അധികം. മറ്റേത് സുകുമാരൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആൾക്കാർ ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആ സിനിമയിൽ. അതെ, ഞാൻ ഓർക്കുന്നുണ്ട് അന്ന് കരുണാനിധി പറഞ്ഞു, നിങ്ങൾ August എന്നിട്ട് സിനിമ കളിക്കുന്നതിന് പോയി കാണണം, അതേപോലത്തെ ഒരു മുഖ്യമന്ത്രിയെ വേണമെങ്കിൽ എന്നെ ജയിപ്പിക്കുന്ന അയാൾ ഓപ്പണായിട്ട് പ്രസംഗിച്ച് എനിക്കറിയാം. കരുണാനിധി. ആ അത് ശരി. സുകുമാരന്റെ മുഖ്യമന്ത്രി കഥാപാത്രം, അയാളുടെ ക്യാരക്ടറിന്റെ ആ ഡെപ്ത് ഉണ്ടല്ലോ, അതായത് വെറുതെ പോച്ച അടിക്കുന്ന ആളല്ല അയാൾ, പരമാർത്ഥമായിട്ട് പറയുന്ന ആളായിട്ടാണ് അതിനകത്ത് സുകുമാരൻ. നടക്കാത്ത കാര്യം നടക്കില്ല എന്ന് പറയും. അതിനകത്ത് അയാൾ പറയില്ലേ, കൊല്ലാൻ ആൾ വിചാരിച്ചാൽ ചാവാണ്ട് മാർഗ്ഗമില്ല എന്ന് പറയും. അതിനകത്ത് മമ്മൂട്ടി പറയും, ഒരാളെങ്ങനെ ചാവും തീരുമാനിച്ചാൽ അയാളെ കൊല്ലാതെയും പറ്റില്ല എന്ന് പറയും. ഞാൻ വീണ്ടും ആവർത്തിക്കുന്ന August 15 ഈ മുഖ്യമന്ത്രി കഥാപാത്രം VS അച്യുതാനന്ദനുമായിട്ട് ഒരു സാമ്യം തോന്നും. അതൊക്കെ വെറുതെ ഇങ്ങനെ നമ്മൾ ശ്രമിച്ചു നോക്കി, അതൊന്നും ഏറ്റില്ലല്ലേ? അങ്ങനെ തന്നെ ഉദ്ദേശിച്ചിരുന്നു. അങ്ങനെയൊക്കെ നമ്മൾ വെറുതെ ഉദ്ദേശിച്ചു നോക്കി, പക്ഷെ ആ ഉദ്ദേശിച്ചൊന്നും സിനിമയിൽ വന്നപ്പോൾ ഏറ്റില്ല. ഈ മമ്മൂട്ടിയെ വെച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ സ്ക്രിപ്റ്റ് എഴുതിയത്. മമ്മൂട്ടി എന്ന നടനിൽ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്തോ? ഒന്നാമതെന്നറിയാം, ഇതിനൊരു പ്രത്യേകിച്ച് ഒരു കാരണം പറയാനൊന്നും കിട്ടില്ല. ഇപ്പം ഞാനും അയാളും തമ്മിൽ സക്സസ് ഫോർമുല എന്നുണ്ടല്ലോ എപ്പോഴും. അതെ, അടുപ്പിച്ച് കുറേ സിനിമകൾ ഞങ്ങൾ എഴുതി വരുമ്പോൾ സക്സസ് ആണെങ്കിൽ നമ്മളത് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കും. അതിന് റീസണിങ്ങിനൊന്നും പോയില്ല നമ്മൾ. എങ്കിലും ഒരു നടൻ എന്നുള്ള നിലയിൽ വിലയിരുത്തുമ്പോൾ അത് നമ്മൾ പറയേണ്ട കാര്യമില്ല. മമ്മൂട്ടി ഒരു നല്ല നടനാണ്, അല്ലെങ്കിൽ ഏത് ക്യാരക്ടറും സൂട്ടബിൾ ആയിട്ടുള്ള നടനാണ്, നമ്മൾ പറയേണ്ട കാര്യമില്ല. ഇല്ല. മോഹൻലാലിൻ്റെ കാര്യത്തിൽ മോഹൻലാലിൻ്റെ ഒരു റേഞ്ച് വേറെയാണ്. ഇപ്പം ഞാൻ പറയാം, മോഹൻലാലും പ്രിയദർശൻ ചെയ്യുന്ന പോലെ കോമഡി പടം ചിലപ്പോൾ മമ്മൂട്ടി ചെയ്തെന്ന് വരില്ല. അതെ, മമ്മൂട്ടി ചെയ്യുന്ന പോലുള്ള മമ്മൂട്ടി ചെയ്യുന്ന കുറേ കൂടെ ഗൗരവവും കുറേ കൂടെ സോഷ്യലും കുറേ കൂടെയൊക്കെ ഈ സാമൂഹ്യമായ വിഷയങ്ങളാണ് അയാൾക്ക് അതുകൊണ്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ സുരേഷ് ഗോപിയെ വെച്ചും സുരേഷ് ഗോപി വെച്ച് 5-6 ഇവയുണ്ട്. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, അതിന് ശേഷമുള്ള ഒരു തലമുറ എങ്ങനെയാണ് നോക്കിക്കാണും? തലമുറയിലേക്ക് വേറൊരു ചാൻസ് കിട്ടിയില്ല പോവാൻ. അല്ല, ഈ ഒരു ഇവരുടെ ഇടയിൽ നിന്ന് ആദ്യമായിട്ട് ഞാൻ അങ്ങനെ തലമുറ മാറി ചെയ്തതാണ് ഞാൻ ഡയറക്റ്റ് ചെയ്ത പടം സീക്രട്ട്. പക്ഷെ അതൊന്ന് വിചാരിച്ച പോലെ ശ്രീനിവാസന് 72ാമത്തെ വയസ്സിലാന്ന് തോന്നുന്നു ആ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് അല്ലേ? എന്ത് ഇത്രയും വൈകിയത്? അങ്ങനെയൊന്നുമില്ല, ആ സമയത്ത് തോന്നി ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഒരു ഇപ്പൊ സ്വന്തം മുമ്പ് എനിക്ക് എപ്പോ വേണമെങ്കിൽ ചെയ്യായിരുന്നു, ആരും എന്നോട് ചോദിക്കാൻ പറ്റില്ല, ഞാൻ വേണം എന്ന് പറയാൻ നടക്കും. CBI സീരീസിൽ ഒരു ചിത്രം വേണമെങ്കിൽ ചെയ്തുകൂടായിരുന്നു. എത്ര പ്രാവശ്യം പറഞ്ഞു, മധു പറഞ്ഞു, മമ്മൂട്ടി പറഞ്ഞു, അതൊന്നും തയ്യാറല്ലായിരുന്നു. അപ്പോഴൊന്നും തോന്നിയിട്ടില്ല ഇത് വേണമെന്ന്. ഇപ്പൊ മമ്മൂട്ടിയെ വെച്ച് പരമ്പരയിൽ ഡബിൾ റോളും ജയിച്ചില്ലേ? അത് സിബിമലയല്ലേ? അതെ, അതിൽ ഡബിൾ റോള് വന്നു. അങ്ങനെ മമ്മൂട്ടിയെ വെച്ച് 24-26 ടോട്ടലോ ശരിക്കും പറഞ്ഞാൽ 40 കൊല്ലത്തിൽ കൂടുതലുണ്ട്. യഥാർത്ഥത്തിൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയൊക്കെ കരിയറിലെ ഏറ്റവും വലിയ
ഹിറ്റ് സിനിമകളാണ് സ്വാമിയേട്ടൻ്റെ തിരക്കഥകൾ. എന്നിട്ട് ഇപ്പോഴും ഞാൻ മാത്രമല്ല അതിനകത്ത്. അല്ല, എന്നാലും അതിൽ മേജർ ഹിറ്റ് ഇപ്പോൾ 20-ാം നൂറ്റാണ്ടെന്ന് പറയുന്ന അദ്ദേഹത്തെ ഇപ്പോൾ രാജാവിൻ്റെ മകന് ശേഷം വന്ന ഏറ്റവും വലിയ അല്ല, അന്ന് മോഹൻലാൽ വാസ് വെരി ബിസി വിത്ത് ഹിസ് ഡയറക്ടേഴ്സ്. സത്യൻ, പ്രിയദർശൻ തുടങ്ങി പല പല റെഗുലറായിട്ടുള്ള വർക്ക് ഉണ്ടായിരുന്ന ആളായിരുന്നു. ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ മമ്മൂട്ടിയായിട്ട് വർക്ക് ചെയ്യുന്ന ആൾ ഞാനുമായിരുന്നു. അതെ, അന്നൊരു 2 ക്യാമ്പോ അങ്ങനെ ഇടയ്ക്കൊക്കെ അപ്പം തന്നെ ഞങ്ങൾ തമ്മിൽ ഗ്യാപ്പ് കൂടി, ഞാനും മോഹൻലാലും തമ്മിൽ. ഈ ധ്രുവം എന്ന ചിത്രത്തിലെ ഒരു പ്രഭാകർ അഭിനയിച്ച വേഷം അത് മദനിയുമായിട്ട് എന്തെങ്കിലും സാമ്യമുണ്ടോ? അത് ആക്ച്വലി ആ കഥ AK സായൻ്റെയാണ്. ഞാൻ എൻ്റെ തിരക്കഥയാണ്. AK സായൻ്റെ കഥയിലുണ്ട്. അത് ഞങ്ങൾ എടുക്കാൻ ഒറ്റ കാരണമേ ഉള്ളൂ ആ കഥയെ. അതായത് ഒരു വികലാംഗ വർഷത്തിൽ വികലാംഗനായ ഒരാളെ തൂക്കിക്കൊല്ലില്ല. ഇപ്പം ആ ക്യാരക്ടർ എടുക്കാൻ വേണ്ടി നമ്മൾ മധുരയുടെ പേരൊന്നും എവിടെയും പറഞ്ഞിട്ട് അന്നൊന്നും ഇതില്ല. അപ്പം ആക്ച്വലായിട്ട് നമ്മൾ അങ്ങനെ ഒറിജിനലായിട്ട് മധുരയുടെ സംഭവം നടന്നു. ഒരാളെ തൂക്കിക്കൊല്ലാണ്ട് അയാളുടെ കാല് ഇതേപോലെ പ്രശ്നമായിട്ട് അയാളെ വികലാംഗനായി, അതുകൊണ്ട് അയാളെ തൂക്കിക്കൊന്നില്ല. ഇതൊരു റിപ്പോർട്ട് വന്ന് കഴിച്ചിട്ടു. അപ്പോൾ നമ്മളങ്ങനെ ഈ പടത്തിൽ ഉപയോഗിച്ചപ്പോൾ അത് ആൾക്കാർ മദനിയായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്തു. കാരണം അദ്ദേഹത്തിൻ്റെ കാലം ആ സമയത്ത് അസുഖം കാരണം മുറിച്ച് മാറ്റിയിരുന്നു. ഈ ക്രൈം സീരീസ് പോലെ തന്നെ പ്രധാനമാണ് കുടുംബ ചിത്രങ്ങൾ ഒരുപാട് എടുത്തു. ഇപ്പോൾ ഈ ചക്കര ഉമ്മ അങ്ങനെ. അല്ല, അത് കഴിഞ്ഞ് പിന്നെ ആരെങ്കിലും എന്നോട് പറയേണ്ടത് വേണം. അല്ല, ഈ മമ്മൂട്ടി പെട്ടി ഒരു ബേബി ശാലിനി അങ്ങനെ ഒരു കോമ്പിനേഷൻ 5-8 സിനിമ എഴുതിയ ആദ്യത്തെ സിനിമ. അതെ, അതിലൊരു അല്ല, പിന്നെ എന്നോട് ആരും പറയില്ല, അത് സംഭവിക്കില്ല. അത് പറഞ്ഞ സോഷ്യലൊന്നും വേണ്ടെന്ന് പറഞ്ഞു, ക്രൈം മതി. ഏത് വേണേലും നമ്മൾ എഴുതാൻ തയ്യാറാണല്ലേ? ആലോചിച്ചില്ല. പിന്നെ നമ്മളില്ല ഒരാൾ പിന്നെ എഴുതി, വളരെ ചുരുക്കം എഴുതി. സ്നേഹിക്കുന്ന സ്നേഹമുള്ള സിംഹം. പിന്നെ ഞാൻ പിന്നെ ഈ മറ്റേ അപൂർവം ചിലർ എന്നും പറഞ്ഞ് മറ്റേ ഇന്നസെന്റ് ഹീറോ ആക്കിയ സിനിമ എഴുതി. ജഗദീഷ് ശ്രീകുമാറിന്റെ ഹീറോ ഒക്കെ എഴുതി. പിന്നെ അതുകൂടാതെ ഈ പറഞ്ഞ പോലെ കൂടും തേടി എന്നും പറഞ്ഞ് മോഹൻലാലിനെ വെച്ച് എഴുതി. പിന്നെ അത് ഒരു വളരെ പ്രത്യേകതയുള്ള സിനിമ, രാധികയൊക്കെ അഭിനയിച്ചു. അതെ. ഇപ്പം ഈ ജഗതി ശ്രീകുമാർ ഇതിൻ്റെ അകത്ത് ഈ CBI സീരീസിലെ പ്രധാന റോളായിരുന്നു വിക്രം. അദ്ദേഹത്തിന് ഇപ്പോൾ ഈ അവസാനത്തെ സിനിമയിൽ അദ്ദേഹത്തെ ഒരു രംഗത്തെ കൊണ്ടുവരുന്നുണ്ട്, ഉപയോഗിച്ചു. അത് പക്ഷേ അത് ആ നടനോടുള്ള ഒരു ആദരവ് കൊണ്ട് ചെയ്തതാണോ? അത് മാത്രമല്ല, ഒരു വെറൈറ്റിക്ക് വേണ്ടിയും ചെയ്തതാണ്. ആ ക്യാരക്ടർ ആൾക്കാർക്ക് അത്ര ഇഷ്ടമായിരുന്നു. അന്ന് ജഗദീഷ് ശ്രീകുമാറിന് ചെയ്ത വേഷം ആൾക്കാർക്ക് അത്ര ഇഷ്ടമായിരുന്നു. ജഗദീഷ് ശ്രീകുമാറിന് പറ്റിയ ഒരു അപകടം, അദ്ദേഹത്തിൻ്റെ ഒരു അഭാവം മലയാള സിനിമയെ വല്ലാതെ ബാധിച്ചില്ല. എൻ്റെ 49 സിനിമയിൽ അഭിനയിച്ച ഒരാളാണ് ജഗതി. അതുല്യ നടനാണ്. എന്ത് റോള് കൊടുക്കണം, അത് അസാധാരണമായ മികവ് പുലർത്തിയെങ്കിൽ അയാളും ഞങ്ങൾ പറയും തിലകനും ജഗദീഷ് ശ്രീകുമാറിനും നമ്മളൊരു വേഷം ഏൽപ്പിച്ച ആ ഭാഗത്തേക്ക് നോക്കണ്ട. പിന്നെ ഇപ്പം സത്യനന്ദിക്കാടിൻ്റെ ഒരാൾ മാത്രം, അതിൻ്റെ തിരക്കഥ സ്വാമിയേട്ടൻ്റെ ആയിരുന്നു. അതിൽ കഥാപാത്രങ്ങൾ ഹിന്ദി പറയുന്നുണ്ട്. അത് ചുമ്മാ ഒരു വെറൈറ്റി പരീക്ഷിച്ചാണ്. അല്ല, അത് നമ്മളങ്ങനെ ക്രിയേറ്റ് ചെയ്തൊരു കഥയാണ്. പക്ഷെ കളിക്കളം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. കളിക്കളം നമുക്ക് ഒറിജിനലായിട്ടൊരു കള്ളൻ്റെ കഥ തന്നെയായിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ്. പക്ഷെ കളിക്കളം എന്നുള്ള സിനിമ അത് വന്ന ശേഷം ഞാൻ പണ്ട് വെള്ളി നക്ഷത്രത്തിൽ എഴുതിയിട്ടുണ്ട്. അതായത് സത്യനന്ദിക്കാട് സ്പീൽബർഗ് എന്നൊക്കെ പറയും. അതായത് സ്പീൽബർഗിന്റെ ഡീകാപ്രിയോ അഭിനയിച്ച ഒരു സിനിമ ഇതിന് ശേഷം ഇറങ്ങി. അതിനുശേഷമാണ് വന്നത്. ശേഷം വന്നു ഇഫ് യു ക്യാൻ കാച്ച് മീ എന്നും പറയുന്ന സിനിമ അതിനുശേഷം വന്ന. അല്ല, ഈ കളിക്കളത്തിന്റെ ഒരു പ്രേരണ എന്തായിരുന്നു? അങ്ങനെയൊന്നുമില്ല. അത് സത്യൻ എന്നോട് പറഞ്ഞ ഒരിക്കൽ പുള്ളിക്ക് അടിക്കുറിപ്പ് സിനിമ വേണ്ടിയിട്ട് അതിനകത്തുള്ള ആ വേഷവിധാനം വളരെ ഇഷ്ടമായി. അപ്പോൾ ഒരു വെറൈറ്റി ക്യാരക്ടർ ഇതേപോലെ പല ടൈപ്പ് ഡ്രസ്സ് ചെയ്യുന്ന ഒരു കഥ വേണം സ്വാമി എന്ന് പറയും. അങ്ങനെയാണ് കളിക്കളത്തിലേക്ക് കയറി. കളിക്കളം എന്ന് പറഞ്ഞാൽ എനിക്കറിയാം, അത് കേൾക്കുമ്പോഴും അറിയാം കായങ്ങളും കൊച്ചുണ്ണിയെ ഹിറ്റാവുമെന്ന്. കായങ്ങളെ കൊച്ചുണ്ണിയെ മനസ്സിൽ കണ്ട് എഴുതിയാണോ? ഇയാൾ അതിനകത്ത് സരസനായ കള്ളനാണ്, നന്മയുള്ള കള്ളൻ, പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കുന്നു. റോബിൻഹുഡ് പോലുള്ളതല്ലേ. അതെ, ആ ഒരു പ്രമേയം തന്നെ. അതെ. അപ്പം നമുക്ക് കോമഡിയൊക്കെ ശരിക്കും വർക്കൗട്ട് ആവും. അതല്ല, അതിൽ മമ്മൂട്ടി വളരെ നല്ല പാട്ടും ഒക്കെ ഉണ്ട്. അയാൾക്ക് ഇഷ്ടം പോലെ വിലസ് അഭിനയിക്കാൻ പറ്റിയ അതിനകത്ത് പല ക്യാരക്ടറല്ലേ. ഇപ്പൊ കണ്ടാൽ അതിനകത്ത് രസം അറിയാം, മമ്മൂട്ടിക്ക് പേരില്ല. പേരില്ല. ഒറ്റ പടവുള്ളൂ മമ്മൂട്ടിക്ക് പേരില്ലാത്തത്. കഥാപാത്രത്തിന് പേരില്ല. ലോകത്തിൻ്റെ ഒരു പടവേ ഉള്ളൂ പേരില്ലാത്ത, ഹീറോയ്ക്ക് പേരില്ലാത്ത. ശ്രീനിവാസൻ വന്ന് നിങ്ങൾ ആരാണ് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ ഒരു രംഗത്ത്. അല്ല, ഈ ആ സിനിമയിലെ പാട്ടാണ് ഇപ്പോൾ കണ്ടാലും ആ സിനിമ വളരെ ഫ്രഷായിട്ട്, വളരെ വളരെ പോപ്പുലറാണ് ആ സിനിമ. ഫ്രഷായിട്ടിരുന്ന് കാണാം. അപ്പം ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കാം, അന്നേരം അത് ആ ഓർമ്മയിൽ വരുന്ന ഇപ്പം കൂടും തേടി ആ സിനിമയെ കുറിച്ച് പറയുമ്പോൾ മനസ്സിൽ എന്താണ് കടന്നു വരുന്നത്? കൂടും തേടി മോഹൻലാലിൻ്റെ അത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കഥയാണ്.
ശരിക്കും നടന്ന കഥ? അല്ല, അവനെവിടെയോ ഒരു ലൈഫിലുണ്ടായ ഏതൊരു അനുഭവത്തിന് തുടങ്ങിയതാണ് ആ കഥ. അതാണ് ആദ്യമായിട്ട് സിയാദ് കോക്കർ സിനിമയിലേക്ക് വരുന്നത്. ആ ഫസ്റ്റ് സിനിമയാണ് സിയാദിൻ്റെ. ആ സിനിമയാണ് നമ്മൾ അതേപോലെ മോഹൻലാലിൻ്റെ ഫസ്റ്റ് പോൾ ബാബു എന്ന് പറഞ്ഞ് നമ്മുടെ ഭരതൻ്റെ അസോസിയേറ്റ് ആയിരുന്ന ആൾ ഡയറക്റ്റ് ചെയ്ത സിനിമയാണ്. പോൾ ബാബു. ആ സിനിമ പക്ഷേ അതിൽ പാട്ടുമൊക്കെ നല്ലതായിരുന്നു. നല്ല പാട്ടാണ് അതിനകത്ത്. ഇത്രയും അടുത്ത കാലത്തും ജെറിയമൽ ദേവിൻ്റെ ഇത്രയും നല്ല മ്യൂസിക് ഞാൻ കേട്ടിട്ടില്ല. അടൂർ ഗോപാലകൃഷ്ണൻ്റെയും അരവിന്ദൻ്റെയും ചിത്രങ്ങൾ കാണുമായിരുന്നു. എല്ലാം കണ്ടിട്ടില്ല, പക്ഷെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അവർ വേറൊരു മേഖലയിൽ സിനിമ എടുക്കുന്നവരാണല്ലോ. പക്ഷെ വേറെ കാര്യം എന്താ പറയുക, അവർ കുറെ കൂടെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നവരാണ്. നമ്മൾ കുറെ കൂടെ ഫിക്ഷനാണ് അല്ലേ? നമ്മൾ കുറേയൊക്കെ ഫിക്ഷൻ ചേർക്കും. അവർ മാക്സിമം ഫിക്ഷൻ ഉണ്ടാവും, പക്ഷെ അവരുടെ ഫിക്ഷൻ്റെ അളവ് വളരെ കുറയും. അവരുടെ ചിത്രങ്ങളോട് താല്പര്യമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല, അതിനകത്ത് ഞാൻ ചക്കരൂമയിലെ ആഡ് ചെയ്ത സീൻ എങ്ങനെയാണ്, അതിനകത്ത് കൊടിയേറ്റം സിനിമയിൽ കൊടിയേറ്റം കോവിയുടെ റിയാക്ഷൻ ഉണ്ട്, മേത്ത് ചെളി തെറിപ്പിച്ചപ്പോൾ എന്തൊരു സ്പീഡെന്ന് പറഞ്ഞത്. അതതിൽ കയറ്റിയിട്ടുണ്ട്. അതാണ് ശരിക്കും അയാളുടെ മനസ്സിലെ ക്യാരക്ടർ അങ്ങനെയാണ്. എല്ലാവരും നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ ഇയാൾ ചിന്തിച്ചത് ആ വിഷയം പോസിറ്റീവായിട്ടാണ്. അതെ. കെ മധു എന്ന സംവിധായകനെ കുറിച്ച് ഓർക്കുമ്പോൾ അത് ഞങ്ങൾ 20-ാം നൂറ്റാണ്ട് മുതലാണ് തുടങ്ങുന്നത്. അപ്പം അതൊരു സക്സസ് ഫോർമുലയല്ലേ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ചെയ്ത് എല്ലാം ഹിറ്റാകുമ്പോൾ നാച്ചുറലി ഭയങ്കര ടീമായി മാറി. ഞങ്ങൾ നല്ല ഇന്നലെയും കൂടെ എന്നെ വിളിച്ച് ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചു. ഒരുമിച്ച് പുതിയൊരു സിനിമ അറിയില്ല, കാരണം വെച്ചാൽ ഒന്നാം മധുവിന് ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി നല്ല ഈ ആവശ്യക്ക് ഒത്തിരി തടി കൂടുതലാണ് പാവം. അപ്പം അതിൻ്റേതായ മൂവ്മെൻറ്റിൻ്റെ ഇന്ന് മൂവി ആയിരുന്നു, വെറുതെ ഇരുന്ന സിനിമ എടുക്കാൻ പറ്റില്ല. ഇന്നത്തെ ചെറുപ്പക്കാർ പിള്ളേരൊക്കെ മലയിലും മരത്തിലൊക്കെ ചാടി കയറുന്നവരാ. ജോഷി പിന്നെ ഇസ് എ മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാൻ. സുരേഷ് ഗോപിയെ കുറിച്ച് എന്താ പറയുന്നത്? സുരേഷ് ഗോപിയെക്കുറിച്ചോ? സുരേഷ് ഗോപി എൻ്റെ നല്ല സുഹൃത്താണ്. എൻ്റെ പടത്തിലാണ് ആദ്യമായിട്ട് വന്നൊരു പേരുണ്ടാക്കുന്നത് 20-ാം നൂറ്റാണ്ടിൽ. അവൻ്റെ ക്യാരക്ടർ ശേഖരൻകുട്ടി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകനായിട്ടൊക്കെ. അതുപോലെ ഷാജി കൈലാസ്. ഇവരൊക്കെ ഈ ടെക്നിക്കൽ സൈഡ് ബ്രില്യൻ്റ് ഉള്ളവരാണ്. ഇപ്പോൾ ജോഷി ആയാലും ഷാജി ആയാലും അവരുടെ ടെക്നിക്കൽ സൈഡ് നമുക്ക് ഏത് സിനിമയായാലും കാണാൻ നന്നായിരിക്കും. അവരുടെ ചിലപ്പോൾ വിജയമായിരിക്കും, പരാജയമായിരിക്കാം. പുതിയ തലമുറയിൽ അങ്ങനെ അട്രാക്ട് ചെയ്യുന്നൊരു ഡയറക്ടറുടെ പേര് പറയാൻ പറ്റുമോ? നമ്മൾ അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പം ഞാൻ പറയാം, ഇപ്പം ബേസിൽ വരെ വളരെ വളരെ പ്രോമിസിങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് സംവിധായകൻ. ബേസിൽ എന്ന് പറഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കാൻ വന്ന ആളല്ല, ഡയറക്ടറായിട്ട് വന്ന ആളാണ്. അയാൾ ഡയറക്ടറായിട്ടും ശോഭിച്ചു, എഴുത്തുകാരനായിട്ട് ശോഭിച്ചു, നടനായിട്ടും ശോഭിച്ചു. പക്ഷെ ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അയാൾ നടനായിട്ട് എല്ലാവർക്കും നടനെ മതി. ഇപ്പോൾ സാമിയേട്ടനും ഒരു സിനിമയിൽ അഭിനയിച്ചല്ലോ, പുതിയ നിയമം. അത് ഷാജൻ്റെ നിർബന്ധം കാരണം അന്ന് ചെയ്തതാ ക്യാരക്ടറാണ്. മകൻ ഇപ്പം സിനിമയിൽ പ്രവർത്തിക്കുകയല്ലേ? മകൻ്റെ പേര് ശിവറാം. അദ്ദേഹം അസോസിയേറ്റ് ആണ്. ഇപ്പോൾ ഒരുപാട് പടങ്ങൾ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തു. ഇപ്പോൾ അവൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു പടം ചെയ്യാനുള്ള ബാക്ക്ഗ്രൗണ്ട് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കണം. മകള് ഈ നല്ല ആർട്ടിസ്റ്റാണ്, നന്നായിട്ട് വരയ്ക്കും. ഈ അവളുടെ ഒരു പ്രത്യേകതരം വരയാണ്. സാധാരണ ബ്രഷ് കൊണ്ടുള്ള അല്ലെങ്കിൽ കളർ കൂട്ടല്ല. അവൾ ഈ മണ്ഡക സെൻറ്റ് ആംഗിൾ എന്നൊക്കെ പറഞ്ഞ് സ്വയം പഠിക്കുന്ന ആർട്സാണ്. പെൻസിലാണ് അവരുടെ അതിൽ ഒരുപാട് വരച്ച് ഒരു പല സ്ഥലത്തും അറിയപ്പെടുന്ന രീതിയിലുള്ള എക്സിബിഷനൊക്കെ കണ്ടക്ട് ചെയ്തു. ഭാര്യ ഹൗസ് വൈഫാണ്. ഈ പിന്നെ ഈ തിരക്കഥ എഴുതുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഈ ഒരു സമയം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ഏറ്റവും ഇഷ്ടം രാവിലെ എഴുന്നേറ്റ് വെളുപ്പിന് നടക്കാനൊക്കെ പോകുമ്പോഴാണ് നമ്മളെ ബുദ്ധി കുറേ കൂടെ ബെറ്റർ ആവുക. ആ സമയത്ത് വന്നിരുന്ന് എഴുതും. പിന്നെ പക്ഷേ ഏറ്റവും ആവശ്യം ഏത് എഴുത്തുകാരനായാലും, അയാൾ ഏത് ലാംഗ്വേജ് ആയാലും ഏത് രാജ്യക്കാരനായാലും ക്ഷമ എന്നുള്ള സാധനം എഴുതാൻ പറ്റില്ല. ഇല്ല, ഒരേ സമയം ഒന്നിലധികം തിരക്കഥ എഴുതും. അത് അങ്ങനെയല്ല എഴുതുന്നത്. നമ്മളങ്ങനെ റൊട്ടീനായിട്ട് ടൈം ടേബിൾ പോലെ അല്ല എഴുതുന്നത്. ഇപ്പം ഇന്ന് രാവിലെ എൻ്റെ മനസ്സിലുണ്ടാവുന്ന തോട്ട് ഞാൻ ഉണ്ടാക്കിയ അപ്പോഴത്തെ കറണ്ടായിട്ട് എഴുതുന്ന കഥയ്ക്ക് പറ്റില്ലായിരിക്കാം, വേറൊരു പുതിയ കഥയ്ക്ക് പറ്റിയതായിരിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി തുടങ്ങി വെച്ച ഒരു കഥയിലേക്ക് പറ്റുന്നതായിരിക്കാം. അതനുസരിച്ച് നമ്മൾ ആ വിഷയം കുറച്ച് എഴുതി പോകും. ഓരോ ദിവസം മനസ്സിൽ വരുന്നത് അതിന് പറ്റിയതിൽ എഴുതും. അത് എഴുതില്ല, നോട്ട് ചെയ്യും, അത്രയേ ഉള്ളൂ. അത് ശരി. ഇനി ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നില്ലേ? എനിക്ക് പറ്റിയ സബ്ജക്റ്റ് കിട്ടണം.
റാഗിങ്ങുമായി ബന്ധപ്പെട്ട ഒരു സിനിമ ആലോചിക്കുന്നുണ്ടോ? റാഗിങ്ങിനെ കുറിച്ച് എനിക്ക് ഡിഫറെൻ്റ് ആയൊരു കഥ പറയണമെന്നുണ്ട്. ആ ഇപ്പം ഈ കണ്ടിട്ട് വെറുതെ ഈ കുട്ടികളെ ഉപദ്രവിച്ചിട്ടുള്ള സിനിമയല്ല, അല്ലാത്തൊരു പാറ്റേണിലൊരു കഥ പിടിക്കാനാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പം അല്ലാത്തത് ഒരു ഫിക്ഷനാണ് സാധനം. പക്ഷേ റാഗിങ്ങിൻ്റെ എഫക്റ്റിൻ്റെ വേറൊരു അതൊരു നമ്മളെന്താ പറയുക, നമ്മുടെ റാഗിങ്ങിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റിനെ നമുക്കെങ്ങനെ റിക്രിയേറ്റ് ചെയ്യാം എന്ന്. ഇപ്പം ചാമരം എന്നുള്ള സിനിമയെ കുറിച്ച് ഓർക്കുമ്പോൾ എന്താ മനസ്സിൽ വരുന്നത്? ചാമരമാണ് ഞാൻ ആദ്യം സിനിമയിലേക്കുള്ള എൻട്രി എൻ്റെ. ഭരതൻ്റെ ഒപ്പം ജോൺ പോളും ഭരതനും അല്ല, ഭരതനെയാണ് ഞാൻ ആദ്യം വരുന്നത്. ഞാനാണ് ആ സിനിമയുടെ കാരണം. ഞാനാണ് അപ്പച്ചൻ എന്ന് പറഞ്ഞ ആളോട് പറഞ്ഞ സിനിമ പിടിക്കാമെന്ന്. അങ്ങനെയാണ് അപ്പച്ചൻ സിനിമ പിടിക്കാൻ റെഡിയാവുന്നതും ഭരതനെ ഞങ്ങൾ ബുക്ക് ചെയ്യുന്നത്. പിന്നെ ഞാൻ തന്നെയാണ് ജോൺ പോളിനെ സജസ്റ്റ് ചെയ്യുന്നത്. ശരി. ബാലകൃഷ്ണൻ മങ്ങാടെന്നും പറഞ്ഞിട്ട് അന്ന് കോഴിക്കോട്ടുണ്ടായിരുന്ന മനോരമയിലെ ഒരു റൈറ്റർ, അയാളുടെ ഒരു ചെറുകഥയിൽ നിന്നാണ് എനിക്ക് ആ കഥ അന്ന് ഇൻസ്പയർഡ് ആയത്. അപ്പം അത് പറഞ്ഞപ്പോൾ ഭരതന് ഇഷ്ടമായി. സ്വാമിയേട്ടനൊക്കെ സിനിമാ രംഗത്തേക്ക് വരുന്ന സമയം, ഇപ്പം നേരത്തെ തന്നെ പറഞ്ഞല്ലോ 20-ാം നൂറ്റാണ്ട് എന്നുള്ളതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഇന്നത്തെ പോലെ MDMA ഒന്നുമില്ല. ആ കാലം സാങ്കേതിക വിദ്യയിൽ നിന്ന്, ആ കാലത്ത് നിന്ന് സിനിമ ഒരുപാട് വളർന്നു. ഇപ്പം 2025-ലെത്തുമ്പോൾ ടെക്നിക്കലി ഭയങ്കര ഒരുപാട് സൗകര്യങ്ങൾ, മൊബൈലിൽ പോലും സിനിമ ചിത്രീകരിക്കും. എന്ത് മാറ്റമാണ് ഈ കാലയളവിൽ കാണുന്നത്? ഒരു സാധനവും മാറിയിട്ടില്ല. ആ വിഷ്വൽ ഫോർമാറ്റ് മാറും, അതിൻ്റെ ജ്യൂസിനൊരു മാറ്റവും ഉണ്ടാവില്ല. മാറ്റം ഉണ്ടായിട്ടില്ല. അതെങ്ങനെയാണ് മാറുന്നത്? അല്ല, ഈ തിരക്കഥ നിങ്ങൾ അന്ന് കരയണതാണ് ഇന്നത്തെ കരച്ചിൽ. കരയുന്നതിൻ്റെ ഡെപ്ത് കുറയും, പക്ഷെ കരച്ചിൽ ദുഃഖം തന്നെയാണ്, സന്തോഷം തന്നെയാണ്, സുഖം തന്നെയാണ്, ചിരി തന്നെയാണ്. പക്ഷെ അതിൻ്റെയൊക്കെ വേരിയേഷൻ ഉണ്ടാവും. ഇപ്പം ഒരു മരിച്ച വീട്ടിൽ പോയാൽ മുമ്പത്തെ പോലെ ആർട്ടിഫിഷ്യലായിട്ട് കരച്ചിലൊന്നും കാണൂല. ഇല്ലേ? അതെ അതെ. അതാ ഇതിൽ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇത് ഇവിടുത്തെ മഹേഷിൻ്റെ പ്രതികാരത്തിൽ ഒരു മരിച്ച വീട്ടിൽ ചെന്ന് കല്യാണ വീട്ടിൽ പോണ പോലെയാണ്. സാങ്കേതിക വിദ്യ വളർന്നെങ്കിലും ഞാൻ ചോദിക്കുന്ന തിരക്കഥ എഴുതാൻ ഇപ്പം എളുപ്പമാണോ? അല്ല, ഒരുപാട് വിഷയങ്ങൾ. അപ്പം ഇപ്പോൾ നമുക്ക് തിരക്കഥ എഴുതുമ്പോൾ നമ്മൾ എമോഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. എമോഷൻസിന് വേണ്ടി ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല. ഇല്ല. അത് ആ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റും അതെടുക്കുന്ന ഡയറക്ടർക്കും തീരുമാനിക്കാൻ ഇത് എത്ര ഡെപ്ത് വേണം വേണ്ടെന്നൊക്കെ ഉണ്ട്. ഇപ്പം 2 തുള്ളി കണ്ണീര് വന്നാൽ പോലും ദുഃഖമാണെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. പൊട്ടിക്കരയേണ്ട കാര്യമൊന്നുമില്ല. മുമ്പ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയുടെ കാലത്ത് കരച്ചിട്ട് തുടങ്ങിയാൽ നിർത്തൂല. ആ അവസ്ഥ മാറി, അതൊക്കെ പോയി. പക്ഷേ ഈ സൊസൈറ്റിയിൽ നിന്ന് നമുക്കുള്ള ഈ ഇൻപുട്ട് കിട്ടാൻ എളുപ്പമാണോ അതോ കുറവാണോ കൂടുതലാണോ ഈ കാലത്ത്? അല്ല, ഈ സൊസൈറ്റിയുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മളറിയണമെങ്കിൽ നമുക്ക് മീഡിയയെ തന്നെ ആശ്രയിക്കണം, വേറെ മാർഗമില്ല. പിന്നെ അതാ പറഞ്ഞത്, മരണ വീട്ടിൽ പോയാൽ ഇപ്പം അടുത്ത കാലം ഞാൻ മരണ വീട്ടിൽ പോയിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഈ പഴയ പോലുള്ള എമോഷൻ ഒന്നുമില്ല. ആ ഡെഡ് ബോഡിയുടെ അപ്പുറത്തപ്പുറത്തൊക്കെ ഇരിക്കുന്നവരുടെ കണ്ണിൽ അല്പം കലക്കമുണ്ടെന്നല്ലാതെ അങ്ങനെ ഒരു പൊട്ടിക്കരച്ചിലോ അതൊന്നും ഞാൻ കാണാറില്ല ഇപ്പോൾ. ഇല്ല. ഈ കലൂർ ഡെന്നിസ് ജോസഫ് ഇവരൊക്കെ ആയിട്ടുള്ള സൗഹൃദം എങ്ങനെയായിരുന്നു? ഇവരായിട്ട് ഞങ്ങളൊക്കെ ഒരു ഗ്യാങ് ആയിരുന്നു എറണാകുളത്ത്. മുമ്പ് ഇവിടെ ഈ ഇപ്പോഴത്തെ ജോസ്കോ ജ്വല്ലറി ഇരിക്കുന്നില്ലേ, അവിടെ മുമ്പ് അപ്പു കൃഷ്ണ ബിൽഡിംഗ് അവിടെയായിരുന്നു കിറ്റോടെ ഓഫീസ്, ആർട്ടിസ്റ്റ് കിറ്റോ. അപ്പം അവിടെ ഞങ്ങൾ വൈകുന്നേരം കൂടുമായിരുന്നു. അതിൻ്റെ അപ്പുറത്ത് കാനറ ബാങ്കിലാണ് ജോൺ പോൾ വർക്ക് ചെയ്തിരുന്നത്. ഇപ്പോഴത്തെ ഒരു ലിബർട്ടി ഹോട്ടലിൻ്റെ മുകളിലാണ് ഗായത്രി അശോകൻ വരയ്ക്കുന്നത്. ഇപ്പം എല്ലാവരും കമ്പനിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയുടെ ജ്യൂസ് ആയിരുന്നു ഇവിടെ. അതിൽ ജോൺ പോൾ പോയി, ഡെന്നിസ് ജോസഫ് പോയി അല്ലേ? ഡെന്നിസ് ജോസഫ് ഒക്കെ വളരെ നേരത്തെ പോയി അല്ലേ? കലൂർ ഡെന്നിസിന് വയ്യ പാവം, കാല് മുറിച്ചില്ലേ. പിൽക്കാലത്ത് ഇപ്പോൾ സ്വാമിയേട്ടൻ നോക്കുമ്പോൾ ഒരു തിരക്കഥാകൃത്ത് എന്നുള്ള നിലയിൽ പിന്നീട് വളരെ ഈ ഒരു നിങ്ങളുടെയൊക്കെ തലമുറയിൽ നിന്ന് പുതിയ തലമുറ, ഇന്നത്തെ തിരക്കഥാകൃത്തിൻ്റെ പ്രത്യേകത പല തിരക്കഥാകൃത്തും നല്ല തിരക്കഥാകൃത്താണ്, കൂടാതെ അവർ ഡയറക്ടേഴ്സാണ്. അതാണ്. ഇപ്പം ഞാൻ റീസെൻ്റായിട്ട് കേട്ടു, നമ്മുടെ ഭീഷ്മപുരം എഴുതിയ പയ്യൻ ഇപ്പോൾ ഒരു പടം ഡയറക്റ്റ് ചെയ്തു. അയാൾ തന്നെ എഴുതി. അപ്പം ഇന്നത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എഴുതാൻ അറിയുന്നവനാണ് സാധ്യത കൂടുതൽ. അത് പക്ഷേ കുറവാണ് ആൾക്കാരല്ലേ എഴുതാതിരിക്കുക. കാരണം ഇന്ന് ഒരുപാട് പേര് ഭയമാണ് എഴുതാൻ. അത് പറ്റില്ല, എഴുതിയേ പറ്റൂ. അതുപോലെ കോമഡി ചിത്രങ്ങൾ കുറയുന്നുണ്ടോ? കോമഡി ചിത്രങ്ങളുടെ സ്വഭാവം മാറി. ഇന്ന് ഈ സ്നാപ്സ്റ്റിക് കോമഡി ഇല്ലെങ്കിൽ അങ്ങനത്തെ ഈ സിറ്റുവേഷൻ കോമഡിയൊക്കെയാണ്. മറ്റേത്തെ പോലെ ഈ ആർട്ടിഫിഷ്യലായിട്ട് അടൂർ ബാസിയോ ഇല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരൊക്കെ കോമഡിക്ക് വേണ്ടി അവർ ചില പ്രകടനം നടത്തും. അതൊന്നും കേൾക്കില്ല. പക്ഷെ എന്നാലും നല്ല കോമഡി ചിത്രങ്ങൾ കുറഞ്ഞു. അത് ആ കഥയായിട്ട് ബ്ലെൻഡ് ചെയ്ത കോമഡി ആയിരിക്കണം. അതായിരിക്കണം. അങ്ങനെയുള്ള വരുന്നില്ല. മറ്റേത് നമ്മൾ കോമഡിക്ക് വേണ്ടി വിട്ടുകൊടുക്കും.
അപ്പോൾ എന്തെങ്കിലും സിറ്റുവേഷൻ വളരെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കും. ആ ആ ഇന്നത് പോരാ. ഉവ്വ്. മറ്റു ഭാഷാ ചിത്രങ്ങളിൽ ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടോ, നടന്മാരൊക്കെ? ഇപ്പം ഈ ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊന്നുമില്ല, എല്ലാവരും ഇഷ്ടപ്പെട്ടവർ തന്നെയാണ്. കമലഹാസൻ. പക്ഷെ ഇപ്പം ഞാൻ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് 2-3 സിനിമ കണ്ടു. ഒന്ന് കുടുംബസ്ഥൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫാമിലി കഥ കണ്ടു. പിന്നെ കഴിഞ്ഞ ദിവസം ഡ്രാഗൻ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ഒരു മിക്കവാറും ന്യൂ ഫേസാണ് മുഴുവൻ. ഉവ്വ്. അതിൻ്റെ ടെക്നിക്കൽ സൈഡും ആർട്ടിസ്റ്റ് സൈഡും. പക്ഷെ എന്ത് രസമായിരിക്കണം പടങ്ങൾ. മലയാള സിനിമ ഇപ്പോഴും മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ചുറ്റുമാണോ? അത് പോയി. പോയി. ആ കാലം ക്യാരക്ടേഴ്സേ നിൽക്കുള്ളൂ. ഇനി ഹീറോ എന്ന് പറയുന്ന സങ്കല്പം മിക്കവാറും ഇതാ. സിനിമയിൽ ഇനി എന്ത് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്? നല്ല കഥ എടുക്കുക, നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുക. കഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും നാട്ടുകാരെ നന്നാക്കാനൊന്നും നോക്കണ്ട. നിങ്ങൾ പറയാനുള്ള കഥ വൃത്തിയായിട്ടും നന്നായിട്ടും പറയുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കഥ. സിനിമയ്ക്ക് നാട്ടുകാരെ നന്നാക്കേണ്ട ഒരു റോൾ അങ്ങനെ അത് നടക്കാത്ത കാര്യമാണ്. വെറുതെ നമ്മൾ ഇതിനെ പറയണം. നാട്ടുകാരെ നന്നാക്കാണെങ്കിൽ അവർ നന്നാവുകയുള്ളൂ. നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം. അതിനകത്ത് നല്ലതാണ് നന്നാവും, ചീത്തയാണ് ചീത്തയാതൊക്കെ അവരവരുടെ ഇഷ്ടം. ഒക്കെ നമ്മളങ്ങനെ പറഞ്ഞാൽ അത് വെറുതെ നുണയായിരിക്കും. എൻ്റെ മെസ്സേജ് എന്ന് പറഞ്ഞതേ നുണയാണ്, അതിൻ്റെ സാധനമൊന്നുമില്ല. ഇപ്പം ഇൻ്റലിജൻ്റായിട്ട് കുറ്റങ്ങൾ തെളിയിക്കുന്ന ഞാൻ ഇവിടെ ഏതെങ്കിലും ഒരാൾ പറയുന്നുണ്ട് ഈ സിനിമയിലെ മെസ്സേജാണ് എന്നെ നന്നാക്കുന്നത്? ആരെങ്കിലും ലോകത്ത് നിന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ? മോശമാണെങ്കിൽ പറയും. മോശമാണെങ്കിൽ പറയും ഇന്ന സിനിമ മോശമാണെങ്കിൽ മോശം എന്ന് പറയും, നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും. അയ്യോ, ആ പടത്തിലെ മെസ്സേജ് എന്നെ വല്ലാതെ എന്നെ ഇൻസ്പയർ ചെയ്തു. ഞാൻ ജീവിതത്തിൽ എനിക്കൊരു ചലനം ഉണ്ടാക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും ഇപ്പോൾ ലോക സിനിമയെക്കുറിച്ച് കണ്ട ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇന്റലിജന്റ് അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് സത്യസന്ധയില്ല എന്നർത്ഥം. ഇപ്പം ഇന്റലിജന്റായിട്ട് കുറ്റങ്ങൾ തെളിയിക്കുന്ന ഒരു സൂപ്പർ ക്രൈം ത്രില്ലർ അത് ഇനിയുള്ള കാലം നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിക്കില്ല, എമോഷൻ എന്നുള്ള സാധനം പതുക്കെ പതുക്കെ പുറത്തേക്ക് പോകും. അതിന് പകരം അവിടെ ബുദ്ധി വരും. കാരണം ഹാർട്ട് ഹെഡാണ് ഇപ്പോൾ. അത് പ്രപഞ്ചത്തിൻ്റെ നിയമമാണ്, അത് എവല്യൂഷൻ്റെ പ്രിൻസിപ്പിളാണ്. പരിണാമം അങ്ങനെയാണ്, ഹാർട്ട് ഹെഡായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇനി ബുദ്ധിക്കും കൂടെ യുക്തിക്കും കൂടെ, അതാണ് ഇന്നത്തെ ഒരുപാട് ചെറുപ്പക്കാർക്ക് വെറുതെ അങ്ങനെ എമോഷൻ പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല. അവരുടെ ബുദ്ധിക്കും അവരുടെ യുക്തിക്കും നിരക്കണം. അങ്ങനെയുള്ള തിരക്കഥകൾക്കാണ്. അല്ല, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ജീവിതത്തിലായാലും സോഷ്യൽ ലൈഫിലായാലും എന്ത് ലൈഫിലായാലും അവർ ചുമ്മാ പറ്റിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഭയന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കാം, പക്ഷെ അവരുടെ ഉള്ളിൽ ആ ഡൗട്ട് ബാക്കിയുണ്ടാവും. അവർക്ക് ആവശ്യം അവരുടെ യുക്തിക്കും ബുദ്ധിക്കും യോജിക്കുന്ന കാര്യങ്ങളായിരിക്കണം. ഇപ്പോൾ 20-ാം നൂറ്റാണ്ടിൽ ഉൾപ്പെടെ ചില ചിത്രങ്ങളിൽ രാഷ്ട്രീയക്കാരെ കൈകാര്യം ചെയ്തെങ്കിലും പൊതുവേ രാഷ്ട്രീയക്കാരെ ഒന്ന് അകറ്റി വിടുകയായിരുന്നു. അല്ല, അങ്ങനെ എനിക്ക് അതിനകത്ത് പാർട്ടി ഒന്നുമില്ലല്ലോ. ഇല്ല. അല്ല, പിന്നീട് വന്ന തിരക്കഥ. അല്ല, ഞാൻ ഈ രാഷ്ട്രീയക്കാരെ കുറ്റം പറയുന്ന കാര്യം അതിനേക്കാളും മോശമാണ് ഇപ്പുറത്ത് ചെയ്യുന്നത്. പിന്നെ എന്തിനാ അവരെ കുറ്റം പറഞ്ഞു? അപ്പോൾ അടുത്ത സിനിമ എന്നത്തേക്ക്? ഇപ്പം ഞാൻ പറയാം, ഇപ്പം എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ രാഷ്ട്രീയക്കാരനെ പറയാൻ പോകണമെങ്കിൽ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം പോകുന്ന, അല്ലെങ്കിൽ എനിക്കെന്ത് ലാഭം ഉണ്ടാവും. എന്തിനാ അവരെ കുറ്റം പറഞ്ഞ? നിങ്ങൾക്ക് അതിൽ നിന്ന് വേണമെങ്കിൽ ഒഴിഞ്ഞു മാറാം. ആര് പറഞ്ഞു നിങ്ങൾ അവരുടെ പുറകെ പോകണമെന്ന്? അല്ലെങ്കിൽ അവർ പറഞ്ഞാൽ എന്തിനു കേൾക്കണം? ഇല്ലേ? അതെ അതെ. അപ്പോൾ ഒരു പുതിയ ചിത്രവും എത്രയും വേഗം വരട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്.